മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 72. ദേവ, ഇതെങ്ങനെയാ? ചുമ്മാ അങ്ങനെ വെറും വാക്ക് പറയുന്നവളല്ല. നാരായണിയമ്മയുടെ മുഖത്ത് ആശങ്ക പരന്നു. എനിക്കറിയില്ലമ്മേ, വേറെ ആരെങ്കിലും ആയിരുന്നേ നമുക്ക് സംസാരിച്ച് നോക്കായിരുന്നു. ഇതിപ്പോൾ... അയാളും പാതി വഴിയിൽ സംസാരം അവസാനിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇത് നമ്മുടെ കുടുംബത്തിന് പേരുദോഷം വരുത്തുന്ന ഒന്നല്ലേ? അതുമാത്രമല്ല, നാളെ ആ കുട്ടിയുടെ വീട്ടുകാർ ഇവിടെ കയറി വഴക്കുണ്ടാക്കിയാൽ അതിൻ്റെ പിറകെയും നമ്മൾ പോകേണ്ടി വരും. നാരായണിയമ്മയുടെ ചിന്തകൾ കാട് കയറി. കൃഷ്ണ, അവളോട് നീ ഒന്ന് സംസാരിച്ച് നോക്കരുതോ? അവളുടെ എല്ലാ കുരുത്തക്കേടുകൾക്കും കൂട്ടു നിൽക്കുന്നത് നീയല്ലേ? ശിവദാസ് തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു. ചേട്ടൻ അറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം. പിടിച്ചതുകൊണ്ട് പോകുന്നോളാ. നമ്മുടെ അച്ഛൻ്റെ സ്വഭാവം കിട്ടിയിട്ടുള്ള 2 പേര് മാത്രമേ ഈ കുടുംബത്തുള്ളൂ. ഒന്ന് കണ്ണൻ, പിന്നെയുള്ളതായി ചുമ്മു. അയാളും അവസാനം കൈ ഒഴിഞ്ഞതുപോലെ സംസാരിച്ചു. ഇനിയിപ്പോൾ ഒരൊറ്റ വഴി മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് നാരായണിയമ്മ ഒരു തീരുമാനത്തിലെത്തി. എന്താ അമ്മേ, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന വല്ല ആണോ? കൃഷ്ണദാസിൽ ആകാംക്ഷ നിറഞ്ഞു. കൂട്ടിയാ കൂടുന്നതാ, പക്ഷെ കൂട്ടേണ്ടതുപോലെ കൂട്ടണം. എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അവർ സെറ്റിയിലേക്ക് ചാരിക്കിടന്നു. നിനക്കെന്താടി, ഭ്രാന്ത് പിടിച്ചോ? മുറിയിലേക്ക് ചെന്നതും പങ്കു അവളെ കുറച്ചൊന്നും അല്ല ശാസിച്ചത്. അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എന്തേ, നിനക്കും കൂടെ കുറച്ച് വേണോ? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന രീതിയിൽ പങ്കുവിനെ ചീത്ത വിളിച്ചുകൊണ്ട് പെണ്ണ് ചാടിത്തുള്ളി കട്ടിലിലേക്ക് കയറി കമഴ്ന്നു കിടന്നു. ഡി, നീ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നീ ഇത്രയൊക്കെ ചാടിത്തുള്ളിയാലും അവിടെ അച്ചമ്മ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ. അത് നിനക്കും അറിയാം. പിന്നെന്തിനാടി ഈ ദേഷ്യവും വഴക്കും? കമഴ്ന്നു കിടന്നവളെ പങ്കു ബലമായി പിടിച്ച് മലർത്തി കിടത്തി. ഓഹോ, ഇപ്പം അങ്ങനെയായോ? പൊടുന്നനെ കട്ടിലിൽ കിടന്നവൾ ധൃതിയിൽ അതിൽ നിന്നും ചാടിയിറങ്ങി. എന്നിട്ട് നേരെ ചെന്ന് കബോർഡ് തുറന്നു. ശേഷം മടക്കി വെച്ച തുണിയുടെ അടിയിൽ നിന്നും വലിച്ചെടുത്ത ഒരു ഡയറി ബെഡിന് മുകളിലേക്ക് എടുത്തിട്ടവൾ. ഇതിനകത്ത് എഴുതി വെച്ചതൊക്കെ സത്യമാണോ? ആ ഡയറിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പെണ്ണലറി. എടി ചുമ്മു, ഞാനേ അതൊക്കെ... പങ്കുവിനപ്പോൾ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നീ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ച് വെച്ചൊക്കെ സത്യമാണോ എന്ന് മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അവളുടെ ശബ്ദം ഉച്ചത്തിലായി. അതൊക്കെ അപ്പോഴെന്തോ തോന്നിയപ്പോൾ അറിയാതെ എഴുതിപ്പോയതാ. കട്ടിലിന് മുകളിൽ കിടക്കുന്ന ഡയറി അവൻ വേഗത്തിൽ കയ്യെത്തിച്ചെടുത്തു. എന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അത് ശരി, അപ്പോൾ വെറുതെ എഴുതിയതാ അല്ലേ? സഹറിനോട് പ്രണയമാണെന്നുള്ളത് വെറുതെ ആയിരിക്കും നീ എഴുതിയത്. അവളിൽ ജില്ലെങ്കിൽ ജീവിതം നരകതുല്യമാണെന്നതും വെറുതെ ആയിരിക്കും എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അവളില്ലെങ്കിൽ മാൻവി കൃഷ്ണയുടെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണുണ്ടാവില്ല എന്നതും വെറുതെ തമാശയ്ക്കായിരിക്കും എഴുതി വച്ചിരിക്കുന്നത് അല്ലേടാ? ചുമ്മാ അവൻ്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് പങ്കുവിൻ്റെ ഷർട്ടിൻ്റെ കോളർ ദേഷ്യത്തോടെ പിടുത്തമിട്ടു. എടി ചുമ്മു, ഞാൻ... പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൻ തല കുനിച്ചു നിന്നു കുറ്റബോധത്തോടെ. അതെ, ചുമ്മു തന്നെയാ. 10-24 വർഷങ്ങളായില്ലേടാ ഞാൻ നിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഊണും ഉറക്കമൊക്കെ നമ്മൾ ഒരുമിച്ചല്ലേടാ. ഒരേ ഒരു വാക്ക് എന്നോട് പറയാൻ വയ്യായിരുന്നോടാ? അതോ ഞാൻ നിനക്ക് അത്രയ്ക്ക് അന്യായി പോയോ? അവൾ കണ്ണു നിറച്ചില്ല, ശബ്ദം ഇടറിച്ചില്ല. ഉള്ളിലുള്ള പിണക്കവും പരുവവും പുറത്തേക്ക് കാട്ടിയില്ല. എങ്കിലും ആ ചോദ്യത്തിലുണ്ടായിരുന്ന അവളിലെ സങ്കടത്തിൻ്റെ ആഴം. ചുമ്മു, ശരിയാ, നിന്നോട് ജീവിതത്തിൽ ആദ്യമായി ഞാൻ മറച്ചു വെച്ച കാര്യം ഇത്. അത് വേറൊന്നും കൊണ്ടല്ല. ഒരിക്കലും നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഞാനെന്ത് നിന്നോട് സംസാരിക്കാനാ? എനിക്കറിയാം നീ ഇതറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന്. ക്ഷമിക്കടി എന്നോട്. സോറി ചുമ്മു. ചെക്കൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. അതിൽ കൂടുതൽ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് ചെക്കൻ അറിയില്ലായിരുന്നു താനും. പോടാ പട്ടി, അവൻ്റെ ഒരു കോപ്പിലെ സോറി ആർക്ക് വേണം? നിൻ്റെ നോട്ടം ഒന്ന് അടറിയാൽ പോലും കണ്ടുപിടിക്കുന്ന എൻ്റെ അടുത്താ വത്സ നീ ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നത്. കണ്ണുകളിൽ നിഴലിച്ച സങ്കടങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് അവനെ മെല്ലെ പിന്നിൽ നിന്നും ഒന്ന് തള്ളിയിട്ട് പെണ്ണവൾ. എന്നിട്ട് ഏണിന് കൈയും കൊടുത്ത് നിന്നു.
പോടിയൊന്ന്. ഞാനോർത്തു നീ എന്നോട് പിണങ്ങിയെന്ന്. പങ്കുവും തിരിച്ചവളെ മെല്ലെ പിന്നിലേക്ക് തള്ളി. നിന്നോട് പിണങ്ങിയ പിന്നെ ഞാനുണ്ടോടാ മുത്തേ. അവളിൽ നിന്ന് അടുത്ത തള്ളൽ അവന് നേരെ ഉണ്ടായി. ഞാനും. ഇത്തവണ പങ്കു അവളെ തള്ളിയില്ല. പകരം അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കൊണ്ടുപോയി മറിച്ചിട്ടു. എടാ പങ്കു. അവളിലെ സങ്കടങ്ങൾ പൊടുന്നനെയൊരു പൊട്ടിച്ചിരിയിലേക്ക് മാറി. കൈകൾ രണ്ടും മടക്കി തലയ്ക്ക് പിന്നിൽ പിണച്ചു കിടന്നവൾ അടുത്ത് കിടക്കുന്നവൻ്റെ ദേഹത്തേക്ക് വലത്തുകാലെടുത്ത് കയറ്റിവെച്ചു. എന്താടി? ഇടത്ത് വശത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് പങ്കു അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. അവള് സഹറ് പാവാടാ. അവളെ നീ അങ്ങ് കെട്ടിക്കോ. നിങ്ങൾ രണ്ടും പൊളിയാ. ഉള്ളിൽ നിന്നും വന്ന വാക്കുകൾക്ക് അത്രമേൽ നിഷ്കളങ്കത ഉണ്ടായിരുന്നു. അതൊക്കെ നടക്കുവോടി, വെറുതെ എന്നൊരു തോന്നൽ. ചുമ്മുവിൻ്റെ താടിത്തുമ്പിലൊന്ന് പിടിച്ചു വലിച്ചിട്ട് അവനൊന്ന് നെടുവീർപ്പെട്ടു. നടക്കും, അല്ലെങ്കിൽ നടത്തണം, അവൾ ഉറപ്പോടെ പറഞ്ഞു. എങ്ങനെ നടക്കുമെന്നാ നീ പറയുന്നത്? അവനപ്പോഴും സംശയമായിരുന്നു. അതൊക്കെ നടക്കും. ഇനിയിപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ പോയി അന്തസ്സായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യണം. പെണ്ണിൻ്റെ വാക്കുകൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എടി, വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് അവരുടെ ഇഷ്ടമില്ലാതെ ഇതൊക്കെ നടത്തുമെന്ന് വെച്ചാൽ. ചെക്കൻ പൊടുന്നനെ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റ് കട്ടിലിന് മുകളിൽ ചമ്രം പടഞ്ഞിരുന്നു. എടാ, കാര്യം നടക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കൊക്കെ എടുക്കണം. അവൾക്കെല്ലാം വളരെ ലളിതമായിരുന്നു. പങ്കു കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നീട് എന്തോ ഓർത്തെന്നതുപോലെ ചുമ്മുവിനെ കണ്ണുകൾ ചുരുക്കി നോക്കി. അതൊക്കെ അവിടെ നിൽക്കട്ടെ ചുമ്മു. എനിക്കറിയേണ്ടത് വേറൊരു കാര്യമാണ്. എൻ്റെയും സഹറിൻ്റെയും ബന്ധം അംഗീകരിച്ചില്ലെങ്കിൽ നിൻ്റെയും കണ്ണേട്ടൻ്റെയും കല്യാണം നടക്കില്ലെന്ന് നീ എന്തിനാ എല്ലാവരോടും പറഞ്ഞേ? അത്രയും നേരം വളരെ വികാരാധീനനായി സംസാരിച്ചിരുന്ന പങ്കു അവളോട് പെട്ടെന്ന് ദേഷ്യത്തെ തിരക്കി. അല്ലാതെ പിന്നെ ഞാൻ എന്താ അവിടെ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞാലെങ്കിലും അവന് നിൻ്റെ കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുമെന്ന് എനിക്കപ്പോൾ തോന്നി. അവൾ അലസമായി വിവരിച്ചു. അവിടെ നീ മറന്നുപോയൊരു കാര്യമുണ്ട് ചുമ്മു, കണ്ണേട്ടൻ്റെ കാര്യം. നീ എങ്ങനെ പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ എന്ത് സങ്കടം വന്ന് കാണും. അതെന്താ നീ ആലോചിക്കാഞ്ഞേ? പങ്കുവിൻ്റെ ചോദ്യത്തിന് അവൾ ഉത്തരം നൽകിയില്ല. പകരം അവനെ തന്നെ നെറ്റി ചുളിച്ച് നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ പ്രണയത്തിന് വേണ്ടി ഇത്രയധികം നീ വാദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 10 വർഷമായിട്ട് നിന്നെ മനസ്സിൽ കൊണ്ടുവരുന്ന കണ്ണേട്ടന് നിന്റെ വാക്കുകൾ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവാം? പങ്കു വീണ്ടും ചോദ്യം ചോദിച്ചു, തികച്ചും ഗൗരവമായി. എടാ, അത് പിന്നെ ആൾക്കറിയാലോ എനിക്ക് കണ്ണേട്ടനോട് പ്രണയമൊന്നുമില്ലെന്ന്. ഒന്ന് ചിന്തിച്ചിട്ടാണ് അവൾ ഉത്തരം നൽകിയത്. ചുമ്മാ നിനക്കില്ലായിരിക്കാം, പക്ഷേ ഏട്ടന് നിന്നോടുള്ളത് കറകളഞ്ഞ സ്നേഹമാടി. അറ്റ്ലീസ്റ്റ് നീ അതിന് റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കാൻ പഠിക്ക്. നിൻ്റെ ഇന്നത്തെ സംസാരം വല്ലാതെ കടന്നുപോയി ചിമ്മു. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലോ. നീ ഏട്ടനും കൂടി എല്ലാം സംസാരിച്ച് അവസാനിപ്പിച്ചിട്ട് 2 ദിവസങ്ങൾ പോയി ആയിട്ടില്ല. വായി തോന്നിയത് വിളിച്ചു പോകുന്നതിന് മുന്നേ അതെങ്കിലും നീ ഓർക്കണമായിരുന്നു. പങ്കു അവളെ ശാസിച്ചു. അറിയാം, തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് മാത്രമാണ് അവൾ ഇങ്ങനെയൊരു സംസാരം അവിടെ നടത്തിയെന്ന്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും അപ്പുറത്തിരിക്കുമെന്ന് തൻ്റെ ഏട്ടനാണ്. ആ മനസ്സിൽ ചുമ്മുവിനോടുള്ള സ്ഥാനം എന്താണെന്ന് തനിക്കറിയാം. അങ്ങനെയുള്ള ഒരാളെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് താഴ്ത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ ആ ഹൃദയം ഉറപ്പായിട്ടും മുറിവേൽക്കും. എടാ, ഞാൻ തെറ്റ് ചെയ്തോ? ചുമ്മുവിൽ ചെറിയൊരു കുറ്റബോധം തലപൊക്കി തുടങ്ങിയിരുന്നു. ചെയ്തു ചുമ്മു. പകയും പ്രതികാരമൊക്കെ നിങ്ങൾ സംസാരിച്ച് തീർത്ത വിഷയങ്ങളാണ്. കല്യാണം കഴിക്കാമെന്ന് നിങ്ങൾ പരസ്പരം വാക്ക് പറഞ്ഞതുമാണ്. പരസ്പരം അംഗീകരിക്കാൻ തയ്യാറായതുവാ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംസാരം മറുവശത്തുള്ള ആർക്ക് തീർത്തും വേദനയുണ്ടാക്കും, ഉറപ്പാണ്. ചെക്കൻ അതും പറഞ്ഞിട്ട് കട്ടിലേക്ക് മലർന്നു കിടന്നു. എടി, നീ എങ്ങോട്ടാ? എന്തൊക്കെയോ ഗഹനമായി ചിന്തിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവളെ നോക്കി അവൻ വിളിച്ചു ചോദിച്ചു. ഇപ്പോൾ വരാം. കാര്യം പറഞ്ഞില്ലെങ്കിലും ആ പോക്ക് ആരുടെ അടുത്തേക്കാണെന്ന് പങ്കുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.